കഴിഞ്ഞ ദിവസം CPM-നെ വിമർശിച്ചുകൊണ്ട് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും അതുപോലെ തന്നെ കവിയുമായ സച്ചിദാനന്ദൻ പറഞ്ഞ ചില വാക്കുകൾ വലിയ രീതിയിൽ CPM-കാരെ പൊള്ളിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്ന, ഒരുപാട് നേതാക്കന്മാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ഇത്തരത്തിൽ അദ്ദേഹത്തെ സച്ചിദാനന്ദനെ കാണാൻ പോയി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച സൈബർ ആക്രമണത്തെ കുറിച്ചായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി തന്റെ അഭിപ്രായം തുറന്നു പറയുമ്പോൾ, പ്രത്യേകിച്ച് CPM-ൽ നിന്നുള്ള ആളാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വലുതാണ്. CPM-നെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാൻ പാടില്ല എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന പല ആളുകളെയും പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തെയും അവസരവാദി എന്ന് വിളിച്ച് ആട്ടിപ്പായിക്കുന്ന ഒരു നിലയിലേക്ക് CPM നേതാക്കൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർഷ, ഈ K. സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി, അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഈ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അതെ, അത് കാലാകാലങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്നവരെയാണ് ഇവർ ഈ പറയുന്ന സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തുന്നത്. അപ്പോൾ സച്ചിദാനന്ദൻ്റെ കവിത, സച്ചിദാനന്ദൻ ഡൽഹിയിൽ നീണ്ട കാലം ഉണ്ടായിരുന്നൊരു കവിയാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷ ആശയങ്ങളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കവി തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ വളരെ കൂടിയാലോചിച്ചൊക്കെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ആളെ ഇരുത്തുന്നത്. അപ്പോൾ സച്ചിദാനന്ദൻ ഈ പറഞ്ഞത് വെട്ടിത്തുറന്ന ഒരു പറച്ചിലാണ്. അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്ക് പറയാൻ ഒരു അവസരം വന്നിരിക്കുന്നു. ആ അവസരം അവർ മുതലെടുത്തു. അപ്പോൾ ആര് ഇളിഫ്യരായി? CPM ഇളിഫ്യരായി. CPM ഇളിഫ്യരായി എന്നതിനേക്കാൾ ഉപരി സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന ചില തുറന്ന മനസ്സുകാരാണ്. അവരെന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം അങ്ങ് വെട്ടിത്തുറന്നൊക്കെ പറയും. എന്നാൽ എഴുത്തുകാരുമാണ്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് എന്ന് കാണിക്കുന്ന നിരവധി പേരുണ്ട്. അതിലൊരാളാണ് ഈ അശോകൻ ചെരുവിൽ. ഈ അശോകൻ ചെരുവിലിൻ്റെ കഥകൾ വളരെ ആർത്തിയോടെ വായിച്ചിരുന്ന ഒരു സാധാരണ വായനക്കാരനാണ് ഞാൻ. അശോകൻ ചെരുവിലിൻ്റെ കഥകളിൽ വളരെ നല്ല കഥകളുണ്ടായിരുന്നു. അശോകൻ ചെരുവിൽ എന്ന് CPM-ൻ്റെ സഹയാത്രികനായി അശോകൻ ചെരുവിലിനെ എടുത്ത് ഇവിടെ വൈസ് പ്രസിഡന്റ് ആക്കിയോ അന്ന് മുതൽ അശോകൻ ചെരുവിൽ എന്ന എഴുത്തുകാരൻ എന്നേ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അശോകൻ ചെരുവിലാണ് പോയി സച്ചിദാനന്ദനെ കണ്ടത്. കൂടെ CPM-ൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറും ഉണ്ടായിരുന്നു. പോയി കണ്ടിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട അങ്ങ് ആര്? അശോകൻ ചെരുവിൽ ദേവീത്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ദേവീത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിന്റെയൊക്കെ പാർട്ടിക്കാരന്മാർ എന്നെ മറ്റേ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട്, ആ മറ്റവനെയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ പറ, എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനും വേണ്ട, എഴുതി പോക്കോ. തീർച്ചയായിട്ടും. ഇപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ പല നേതാക്കന്മാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നു, അതിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചില സാംസ്കാരിക നായകരുണ്ട്. ഞങ്ങൾ നന്നാകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഞങ്ങൾ നന്നാകാൻ വേണ്ടി അവർ വിമർശിച്ചിട്ടുണ്ട്, നന്നാകാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സമയം അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഗോവിന്ദൻ മാസ്റ്റർ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കുറച്ച് സാധാരണക്കാർ കേട്ടാലോ ഇദ്ദേഹം എന്തോ വലിയ കാര്യമാണ് പറയുന്നത് എന്ന് പറയുന്നിരുന്നില്ലേ. പക്ഷെ അദ്ദേഹം പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ പറയുന്ന വ്യക്തി ഒരു അവസരവാദിയാണ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസരത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സർക്കാരിന്റെ അവസാനം തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം ആവുകയാണ്. സ്വാഭാവികമായും CPM-നെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തി തീർക്കുന്നു. അല്ല, ഇതിപ്പോ കൃത്യമായി ഇദ്ദേഹത്തിന് അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇദ്ദേഹം പറയുന്ന അല്ല, ഗോവിന്ദ മാസ്റ്റർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്ന ഒരു തെറ്റായ ധാരണയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം കുറച്ച് സാഹിത്യവും കുറച്ച് ബുദ്ധിജീവി പ്രതിക്രിയാവാദവും അതെ കൊളോണിസവും ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകും. അതെ, അപ്പോ ഇതിനകത്ത് പറയുന്നത് ഞങ്ങൾ നന്നാകുന്നുണ്ട്. ഇത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും പറഞ്ഞത്. ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ പഠിച്ചത് തിരിച്ചു വരവ് നടത്തുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ നന്നാവും, നന്നായി തിരിച്ചു വരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഏതായാലും ഹർഷ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. എന്നുവെച്ചാൽ അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചില സാംസ്കാരിക നായകരുണ്ട്. അതെ, ഹർഷ പറഞ്ഞു അവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ സച്ചിദാനന്ദൻ ഒരു കൊട്ടു കൊടുത്തു. ദെൻ ഇവിടെ ഞങ്ങൾ നന്നാകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം മാത്രമാണ്, ഞങ്ങൾ നന്നാവില്ല. അതെ, തീർച്ചയായിട്ടും തല്ലണ്ടമ്മാവൻ ഞങ്ങൾ നന്നാവില്ല. അപ്പോൾ അത് തന്നെയാണ് ഗോവിന്ദ മാഷ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹർഷ പറഞ്ഞ ആ പോയിന്റ് കറക്റ്റാണ്. കാര്യം അദ്ദേഹമാണ് CPM-ന്റെ പാർട്ടി ക്ലാസ്സുകൾ എടുക്കുന്ന ആള്. പാർട്ടി ക്ലാസ്സുകളിൽ അഗ്രഗണ്യനായിരുന്നു. മാഷ് എന്ന് പറയുന്ന ഡ്രില്ല് മാഷാണ് അദ്ദേഹം. അല്ലാതെ അത് വേറെ നമ്മൾ തലയ്ക്ക് വെളിവുണ്ടാകുന്ന ക്ലാസ് ഒന്നും എടുക്കുന്ന ആളൊന്നുമല്ല. സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനല്ല, കെമിസ്ട്രി അധ്യാപകനല്ല, ചുരുക്കത്തിൽ അങ്ങനെ ഭാഷാ അധ്യാപകനോ അല്ലെങ്കിൽ സയൻസ് അധ്യാപകനോ ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ക്ലാസ് എടുക്കാൻ അറിയാം.
പാവപ്പെട്ട നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ പാർട്ടി സെക്രട്ടറി ഇദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കാനായിട്ട് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മെഴുകി വരാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട് എന്നും മുൻകൂട്ടി അതെ തീർച്ചയായിട്ടും ആയിരിക്കും മെഴുകി വരാൻ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞു. കാര്യം അല്ല, ഒരർത്ഥത്തിൽ പാവം പിടിച്ച ഈ പറയുന്ന ഗോവിന്ദ മാസ്റ്റർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി CPM ഒരു പരിമിതി ഉണ്ട്. ഈ പരിമിതി എന്ന് പറഞ്ഞാല് ഹർഷ നമ്മൾ പറഞ്ഞേ പാലക്കാട് 7 കീറ് ഇപ്പൊ അവിടെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോണെന്ന് പറയുന്നത്. കരുനാഗപ്പള്ളിയിൽ റോഡിൽ തടഞ്ഞു നിർത്തി അടിയായി കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനത്തിൽ. CPM എന്ന് പറയുന്ന പാർട്ടി തെരുവിൽ അടിയുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റും. വായിച്ചോളൂ, ബാക്കി നമുക്ക് എന്താന്നുള്ളത് പറഞ്ഞോളൂ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു നിവൃത്തികേടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, നിസ്സഹായാവസ്ഥ. പാർട്ടി ഉണ്ടാക്കി വെക്കുന്ന ഓരോ കുരുക്കുകൾ, പാർട്ടി ഉണ്ടാക്കി വെക്കുന്ന ഓരോ തലവേദനകൾക്ക് ന്യായീകരിച്ച് അദ്ദേഹം മെഴുകി തീർന്നു എന്ന് വേണം പറയാനായിട്ട്. അതെ തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെയാണ് ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല മറ്റു പലരും ഇതുവരെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ വിഷം ഉൾപ്പെടെ പലരും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായി വന്നിട്ടുണ്ട്. തുടർ ഭരണത്തെ പറ്റിയുള്ള സച്ചിദാനന്ദന്റെ വിമർശനം ഗൗരവമായി കാണുന്നു. സച്ചിദാനന്ദൻ ഇടതുപക്ഷമാണ് ശരിയെന്ന് ബോധ്യമുള്ളയാളാണ്. ഇടതുപക്ഷത്തിന്റെ ബന്ധുവാണ്. ഇന്നും നാളെയും അത് അങ്ങനെ തന്നെയായിരിക്കും. പുകഴ്ത്തിയ തീരുവെന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നില്ല. വിമർശനങ്ങളോട് കാതു പൊത്തുകയുമില്ല. അദ്ദേഹത്തെ ശത്രുവായി കാണില്ല. LDF സച്ചിദാനന്ദൻ യുദ്ധം എന്നത് കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാമോഹമാണ്. ഈ അവസാനത്തെ ആ ഒരു സെന്റൻസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെയും കൃത്യമായി ബിനോയ് വിശ്വം പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അതെ തീർച്ചയായിട്ടും. അതിൽ ബിനോയ് വിശ്വം ഇതിനു മുൻപും പലപ്പോഴായി തന്റെ അതൃപ്തി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ആക്കി തന്നെയാണ് പറയുന്നത്. സച്ചിദാനന്ദൻ പറഞ്ഞത് ന്യായമായ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു LDF മുന്നണിയിൽ ഇപ്പോൾ ബോധമുള്ളത് CPIക്കാർക്ക് മാത്രമാണെന്ന് തോന്നുന്നു. കാരണം CPMകാരൊക്കെ ഏതൊക്കെയോ സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ അതെ അധികാരം തലക്ക് മുകളിൽ കയറിയപ്പോൾ അല്ലെങ്കിൽ അധികാരത്തിൽ അതെ ആ നിലയിലാണ് CPMലെ നേതാക്കന്മാരെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഹർഷ പറഞ്ഞത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പല വിഷയങ്ങളെ ഇപ്പൊ തുടർഭരണത്തെക്കുറിച്ചുള്ള സച്ചിദാനന്ദന്റെ വിമർശനം ഗൗരവമായി കാണുന്നു. എന്ന് പറഞ്ഞാൽ അല്ലയോ CPM നേതാക്കളെ, ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല തുടർഭരണം വേണമെന്ന്. അതെ, ഞങ്ങൾക്ക് തുടർഭരണം വേണ്ട. കാര്യം നിങ്ങൾ ഞങ്ങളെ ചാമ്പിയത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാര്യം PM ശ്രീ പദ്ധതിയിൽ ഞങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിക്കാതെ നിങ്ങളും നിങ്ങളെ മന്ത്രിയും കൂടെ പോയി ഡൽഹിയിൽ പോയി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഞങ്ങളെ നിങ്ങൾ എന്താക്കി സോമനാക്കിയ അത് കൈയിരുന്നാൽ മതി. അപ്പോൾ പക്ഷേ ഇതിനുള്ള പണി വരും ഹർഷ. എങ്ങനെയെന്നറിയോ? ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയുന്നത് CPIക്കാരന്മാരെന്ന് പറഞ്ഞാൽ മറിച്ചിട്ട കോൺഗ്രസ് എന്നാണ്. ഞങ്ങളെ നാട്ടിൽ പണ്ട് പറയും അവൻ CPIക്കാരെ മറിച്ചിട്ട കോൺഗ്രസ് തിരിച്ചിട്ട CPI. പക്ഷെ അങ്ങനത്തെ CPI അല്ല ഇപ്പോഴത്തെ CPI. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെക്കാളും ഏറ്റവും നല്ല പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. എന്ത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞാൽ എന്ത് തെറ്റ്? ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ ഓരോന്നായി ഇടകേറി നമ്മൾ പരിശോധിച്ചാൽ തുടർഭരണത്തെക്കുറിച്ചുള്ള സച്ചിദാനന്ദന്റെ വിമർശനം ഗൗരവമായി കാണുന്നു. സച്ചിദാനന്ദൻ ഇടതുപക്ഷമാണ്, അദ്ദേഹം ശരിയാണ് പറയുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ബിനോയ് വിശ്വത്തിനെങ്കിലും ഇങ്ങനെ തോന്നുന്നല്ലോ എന്ന് നമുക്ക് പറയാം. പക്ഷെ ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം നിങ്ങളൊന്ന് ഓർത്തോളൂ, CPIയുടെ സ്ഥാനാർത്ഥികൾക്കിട്ട് പണിയാനായിട്ട് CPM കരുതിക്കൂട്ടിയിരിക്കുന്നുണ്ട്. വോട്ട് തിരിച്ചു കുത്തുകയോ അല്ലെങ്കിൽ നോട്ടയാക്കുകയോ ഞങ്ങൾ ചെയ്യും. അങ്ങനെയെങ്കിലും CPIക്കിട്ട് പണി ഞങ്ങൾ കൊടുക്കുമെന്ന് CPM സഖാക്കൾ ആൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ട്. അത് CPIക്ക് കൃത്യമായി ബോധ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അവർക്കറിയാം പണി വരുമെന്ന്. എണ്ണം പറഞ്ഞ് 3 പേരെങ്കിലും തോപ്പിക്കും. ചിഞ്ചുറാണി, മറ്റേ GR അനിൽ ഇങ്ങനെ കുറഞ്ഞു. GR അനിലിന്റെ കാര്യമൊക്കെ അറിയാലോ. GR അനിൽ PM ശ്രീ പദ്ധതിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ശിവൻകുട്ടിയെ ചെറുതായിട്ട് വേദനിപ്പിച്ചു. ശിവൻകുട്ടി എന്നെ കാണാൻ വന്നിട്ട് പോയപ്പോൾ ശിവൻകുട്ടിക്ക് വേദന എടുത്തു അല്ലേ? ഞാൻ ഏതോ വഴിപോക്കൻ കയറി വന്നു. നമുക്ക് ആ വിഷയം പിന്നെ സംസാരിക്കാം. ഏതായാലും ശിവൻകുട്ടി, ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ ശിവൻകുട്ടിയാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് വേളയിൽ സച്ചിദാനന്ദൻ നടത്തിയ പ്രസ്താവനകൾ ജനാധിപത്യപരമായ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്നതും വലതുപക്ഷ രാഷ്ട്രീയത്തിന് കോടാലിക്കയായി പ്രവർത്തിക്കുന്നതുമാണ്. ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇടപെടാതെയുമാണ് സച്ചിദാനന്ദൻ തുടർ ഭരണത്തിനെതിരെ പരാമർശം നടത്തിയത്. അതിൽ ഇദ്ദേഹത്തെ നമുക്ക് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന ശിവൻകുട്ടി ഇത്രയും പറഞ്ഞെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും പൊട്ടത്തരമല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് പറയാം. അദ്ദേഹം പറയുന്നത് സച്ചിദാനന്ദൻ നടത്തിയ പ്രസ്താവനകൾ ജനാധിപത്യ പോരാട്ടത്തിനെ ദുർബലപ്പെടുത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ദുർബലപ്പെടാൻ മാത്രമുള്ളതാണോ CPMന്റെ ജനാധിപത്യം എന്നുള്ളത് വലിയൊരു ബോധം അല്ലെങ്കിൽ ജനാധിപത്യം അല്ലെങ്കിൽ അവരുടെ പ്രത്യശാസ്ത്രം എന്നേ നമുക്ക് അതിൽ ചോദിക്കാനുള്ളൂ. നമുക്ക് ഒന്നുകൂടെ പറയാം. അതിന് നമ്മൾ ഒരു സർഗാസം ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇന്ന് കുഞ്ചുകുറുപ്പില് മനോരമയിൽ കുഞ്ചുകുറുപ്പിൽ ഒരു കാർട്ടൂൺ വന്നിട്ടുണ്ട്. അതായത് സഖാവ് ശിവൻകുട്ടി, ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ശിവൻകുട്ടിയാണ് പറഞ്ഞേക്കുന്നത്, ഗൃഹപാഠം ചെയ്യാതെയാണ് സച്ചിദാനന്ദൻ തുടർഭരണത്തിനെതിരെ പറഞ്ഞതെന്നാണ്.
അത് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്, ഹോംവർക്ക് ചെയ്യാതെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെയുമാണ് സച്ചിദാനന്ദൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ട സച്ചിദാനന്ദനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഐ എന്ന് പോലും അറിയില്ല. അതെ. പിന്നെ അദ്ദേഹത്തിനെ പിടിച്ച് എന്തിനാണ് ഇവർ പ്രസിഡന്റ് ആക്കിയത്? അതിന്റെ അർത്ഥം ഇത്രയുള്ള ആശ, ഞങ്ങള് പാർട്ടി എന്ന് പറയുന്നത് എന്ത് പറയുന്നോ അതനുസരിച്ച് അടിമയായി നിൽക്കാൻ സച്ചിദാനന്ദൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയാണ് അദ്ദേഹം എന്ന യഥാർത്ഥ എഴുത്തുകാരനെ നമ്മൾ കണ്ടത്. അല്ലാതെ അശോകൻ ചരുവിലല്ല, കവി പ്രഭാവർമ്മയല്ല. ഞാൻ എല്ലാവരും ബഹുമാനത്തോടെ തന്നെ ഞാൻ സംസാരിക്കുന്നത്. കവി പ്രഭാവർമ്മയല്ല, കവി ഏഴാച്ചേരി രാമേന്ദ്രനല്ല, അശോകൻ ചരുവിലല്ല, ഇനിയും എഴുത്തുകാരുണ്ട്, KR മീരയല്ല. ഇവിടെ ഒരുപാട് ഇടതുപക്ഷ എഴുത്തുകാരുണ്ട്. അവരൊക്കെ തന്നെ പാർട്ടി പ്രത്യശാസ്ത്രത്തിന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്ന. വേറെ തിരിച്ച് നമുക്ക് പറയാം, കോൺഗ്രസിലുണ്ട് അങ്ങനെയുള്ള എഴുത്തുകാരൻ അങ്ങനെ ആകാൻ പാടില്ല. അയാൾ പ്രത്യശാസ്ത്രം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ വിമർശിക്കണം. സച്ചിദാനന്ദൻ പറഞ്ഞത് 100% ശരിയെന്ന് തന്നെയാണ് കേരള സമൂഹം വിശ്വസിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ വെറുതെ ഒരു തമാശയായിട്ട് കാണുന്നില്ല. ഇതിൽ മെഴുകി വരുന്നതാണ് നമ്മളിവിടെ പറഞ്ഞത്.